നമസ്കാരം. പറന്നുപോയത് ഏണി വെച്ച് പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ചിലരങ്ങനെയാണ്, ഒരു കാര്യമില്ലെങ്കിലും ഏണി വെച്ച് പിടിച്ചു കളയും. നടൻ സലിംകുമാറിൻ്റെ മകൻ ചന്തു സലിംകുമാറിന് പറ്റിയതും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കേരളത്തിൽ വോട്ടെടുപ്പായിരുന്നു. മാതാപിതാക്കളുമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആ പയ്യൻ. വോട്ടെടുപ്പിന് ശേഷം സ്വാഭാവികമായിട്ടും അപ്പൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, മാത്രമല്ല ഈ നെപ്പോക്കിഡായിട്ടുള്ള ഈ ചെറുക്കനും 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വലിയ ഹിറ്റായിട്ടുള്ള സിനിമയിലെ സൈഡ് റോളാണ് ചെയ്തത്. ലോക പോലുള്ള സിനിമ, മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമ. ഇനി അതിൻ്റെ അഹങ്കാരമാണോ എന്നറിയില്ല, തగ్గടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ആ പയ്യൻ. മാധ്യമങ്ങൾ ഈ വോട്ട് ചെയ്തിട്ട് വന്ന ഇവരുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ പയ്യൻ, അതായത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പിതാവിനോടായിട്ട് ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാം, ജീവിതത്തിൽ മോദിയെപ്പോലെ ആവരുത്, പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ മോദിയെപ്പോലെ ആവണം, നേരെ നോക്കണം എന്ന തരത്തിൽ ഒരു വാചകം അങ്ങ് കാച്ചിവെച്ചു. ഒരാവശ്യമില്ലാത്ത കേസാണ്. അവിടെ നരേന്ദ്രമോദിനെ പിടിച്ചിടുന്ന ഒരു കാര്യവുമില്ല. ഇനി അവൻ്റെ അപ്പൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അയാൾ പ്രഖ്യാപിത കോൺഗ്രസ്സുകാരനാണെന്ന് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയമല്ലേ. ഇനി അതിൻ്റെ പിൻപറ്റിക്കൊണ്ട് തగ్గടിക്കാൻ വേണ്ടി നോക്കിയതാണോ എന്നറിയില്ല. ഈ പയ്യൻ ഇപ്പോൾ എയറിലാണ്. കാരണം ഒരാവശ്യവുമില്ലാതെയാണ് അവിടെ പറഞ്ഞു വെച്ചത്, ജീവിതത്തിൽ നരേന്ദ്രമോദിയെപ്പോലെ ആവരുതെന്ന്. ഇനി ഒരർത്ഥത്തിൽ അത് ശരിയാണ്. ഈ ചന്തുവാകട്ടെ, അല്ലെങ്കിൽ ചന്തുവിൻ്റെ അച്ഛൻ സലിംകുമാർ ആവട്ടെ, ഇനി ഇവരൊക്കെ ഇനി 10 ജന്മം ജനിച്ചാലും നരേന്ദ്രമോദി ആവാൻ പോകുന്നില്ല. നരേന്ദ്രമോദിയുടെ പേര് ഇങ്ങനെ വെറുതെ എടുത്ത് വലിച്ചിഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും ഈ പയ്യൻ എയറിലാണ്. അതിൻ്റെ കാരണം ഈ ചന്തുവിന് ഒരുപക്ഷെ നന്നായിട്ട് അറിയാവുന്ന കഥ തന്നെയാണ്. ഇവൻ്റെ അപ്പൻ ഒരു അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു. ആൾ കോൺഗ്രസ്സുകാരനാണെങ്കിലും വിശ്വാസങ്ങളെയൊക്കെ പുച്ഛിച്ച് വിശ്വാസമില്ലാതെ നടന്നിരുന്ന ഒരാളാണ്. 10 കാശൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ, അതായത് സിനിമയിലൊക്കെ വന്ന് 10 കാശൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വലിയൊരു വീടൊക്കെ വെച്ച്, ആ വീട് വെച്ച ചരിത്രം അയാൾ തന്നെ പല വേദികളും പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് പുച്ഛരസത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രവും അതിന് ഒരു ഗോപുരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും ഉയരത്തിൽ എൻ്റെ വീട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, വാശി കൊണ്ട് തന്നെ അത് പണിന്നു. പണിത് കഴിഞ്ഞിട്ടും അതേപ്പറ്റി പല വേദിയിലും അദ്ദേഹം പറയുന്നു, ആ ഗോപുരത്തെക്കാളും മുകളിലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദോഷമുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞു, പക്ഷേ ഞാനതൊക്കെ പുച്ഛിച്ച് തള്ളി എന്നൊക്കെ രീതിയിലാണ്. പിന്നീട് വിശ്വാസപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അയാൾ പലപ്പോഴും പുച്ഛിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖം ബാധിക്കുന്നു. സിനിമ മേഖലയിലുള്ളവർ തന്നെ വിചാരിച്ചത് ഇദ്ദേഹം മരിച്ചു പോകുന്നതാണ്. കാരണം നമുക്കറിയാം, കലാപമണിയെ പോലുള്ള ചിലവരൊക്കെ അകാലത്തിലാണ് നമ്മളെ വിട്ടുപോയത്. അപ്പോൾ ഈ സിനിമാക്കാർക്കൊക്കെ പേടി തട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സലിംകുമാർ മരിച്ചു പോകുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ അസുഖ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ മാതാ അമൃതാനന്ദമയി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ആശുപത്രിയിൽ അയാൾക്ക് ചികിത്സ കൊടുക്കുന്നു. 1 രൂപ പോലും വാങ്ങിയില്ല. അയാൾക്ക് കാശൊക്കെ കൊടുക്കാനുണ്ടായിരിക്കാം, പക്ഷേ മാതാ അമൃതാനന്ദമയി പറഞ്ഞു കാണണം, ആ സലിംകുമാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട, എൻ്റെ മോനെ പോലെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കാം. ഇപ്പോൾ ഏതാണ്ട് അമ്മ മകൻ ബന്ധത്തിൽ തന്നെയാണ് അവർ. അത് സലിംകുമാർ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. എന്തായാലും അയാൾക്ക് അയാളുടെ ജീവിതം തിരിച്ചു കിട്ടി. അതിനുശേഷം മാതാ അമൃതാനന്ദമയുടെ ഇതുവരെ അവർ സമ്പാദിച്ചിട്ടുള്ള ശിഷ്യഗണങ്ങളെക്കാൾ ഉപരിയായിട്ട് അമ്മ 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 എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സലിംകുമാറിനെയാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ സ്വന്തം അമ്മയെ പോലും ഇത്ര മാതൃവാത്സല്യത്തോടെ വിളിച്ച് കാണാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ മാതാ അമൃതാനന്ദമയിയുടെ കാല് കഴിയിട്ട് ആ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ പോലും സലിംകുമാർ ഒരു മടിയുമില്ലാതെ കുടിക്കും. ആ രീതിയിലേക്ക് സലിംകുമാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് ഈ ചന്തു സലിംകുമാറിനോട് ചോദിക്കാനുള്ളത്, ആരെ പോലെയാണ് ആവരുതാത്തത്? നരേന്ദ്രമോദിയെ പോലെയാണോ അതോ സലിംകുമാറിനെ പോലെയാണോ? ഒരു സമയത്ത് മൊത്തം കയ്യിൽ കാശുള്ളപ്പോഴും ചോരത്തിളപ്പിൻ്റെയും പുറത്ത് വിശ്വാസങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞ് എല്ലാത്തിനെയും പുച്ഛിച്ച് നടന്നു. ഒടുവിൽ മരണഭയം തട്ടിക്കഴിഞ്ഞപ്പോൾ, അത് സാധാരണ രീതിയിലുള്ള വിശ്വാസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിവിടെ സംഘികൾ പോലും, എല്ലാ സംഘികളും അല്ല, ചില സംഘികൾ പോലും ആൾദൈവം എന്നൊക്കെയാണ് ഈ മാതാ അമൃതാനന്ദമയെ വിശേഷിപ്പിക്കുന്നത്. ആ മാതാ അമൃതാനന്ദമയുടെ അടുക്കെ പോയിട്ട് ഇപ്പോൾ അമ്മ മകൻ ബന്ധമാണ്, അമ്മ എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്ന് തികച്ച് പറയില്ല, അത്രയും ഭക്തിയും വിശ്വാസവും എല്ലാമാണ് ആ വ്യക്തിയോട് ഇപ്പോൾ സലിംകുമാർ കാണിക്കുന്നത്. അപ്പോൾ സലിംകുമാറിനൊക്കെ ഉണ്ടായ ഒരു മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ നടന്നിരുന്ന ഒരാൾ ഇങ്ങനൊരു ഗൗരവമായിട്ടുള്ള ഒരു അസുഖം ബാധിക്കുന്നു, മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അമൃത ആശുപത്രിയിലെ ചികിത്സ മൂലം തിരിച്ചു ജീവിതത്തിലേക്ക് വരുന്നു. അതിനുശേഷവും മാനസികമായിട്ടുള്ള ഒരുപാട് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്തത് അമൃതാനന്ദമയിയാണ്. തുടർന്ന് അവരുടെ വലിയ ഭക്തയാവുന്നു, അനുയായിയാവുന്നു. അവരുടെ കടുത്ത അനുയായികൾ പോലും സംസാരിക്കാത്ത തരത്തിൽ പല വേദിയിൽ അമ്മയെപ്പറ്റി നല്ല വാക്കുകൾ പറയുന്നു. അപ്പോൾ ശരിക്കും ആരെ പോലെയാണ് ആവരുതാത്തത്? ഒരു സമയത്ത് മൊത്തം എല്ലാത്തിനെയും പള്ളു പറഞ്ഞ് നടന്നിരുന്ന ഒരാൾ മരിക്കും എന്നൊരു തോന്നലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴേക്കും ആ വിശ്വാസങ്ങളെ തിരികെ മുറുകെ പിടിക്കുന്നു. അത് സാധാരണ വിശ്വാസങ്ങളെ മാത്രമല്ല, ചിലരൊക്കെ ആൾദൈവം എന്ന് കളിയാക്കുന്ന വ്യക്തിയെ തന്നെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ശരിക്കും ആരെ പോലെ ആവരുത് എന്ന് പറയാൻ മോൻ്റെ വീട്ടിൽ തന്നെ ഒരാളുള്ളപ്പോൾ എന്തിനാണ് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളുടെ പേരൊക്കെ വെറുതെ വലിച്ചിഴച്ച് പിന്നെ സംഖ്യകൾ വാരിയെടുത്തിട്ട് അലക്കി വീട്ടിലിരിക്കുന്ന സലിംകുമാർ ഈ പ്രായത്തിൽ കിടന്ന് തുമ്മി? സലിംകുമാർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിൻ്റെ തന്നെ മാതാവുമായ ആ അമ്മയും കിടന്ന് തുമ്മി. ഇവർക്കൊക്കെ പണിയുണ്ടാക്കി കൊടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടോടാ ചെറുക്കാൻ നിനക്ക്? അതിനുള്ളതായില്ല, കുറച്ചേ ആയിട്ടുള്ളൂ, പൊടി കടങ്ങ്. എൻ്റെ അപ്പനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നെപ്പോക്കിട്ട് തന്നെയാണ് നീ ഇപ്പോഴും. നീ സിനിമയിൽ ഒന്നും ആയിട്ടില്ല, തെളിയിക്കാൻ ഇനി കിടക്കുന്നേ ഉള്ളൂ. ഇനി അതല്ല, മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മെമ്പറാണ് എന്ന അഹങ്കാരത്തിലാണ് ഈ അഭ്യാസമെങ്കിൽ ആ രായപ്പനോടൊക്കെ ചോദിച്ചാൽ മതി. നിനക്ക് സംഖ്യകളെ ഒന്നും ശരിക്കും മനസ്സിലായിട്ടില്ല. രായപ്പൻ തന്നെ സൈഡായി പോയത് എങ്ങനെയാണെന്ന് രായപ്പനോട് ചോദിച്ചാൽ, രഹസ്യമായിട്ട് ചോദിച്ചാൽ രായപ്പൻ പറഞ്ഞു തരും. അതിനുശേഷമേ കിടന്ന അഭ്യാസം കാണിക്കാമുള്ളൂ. ആദ്യം ഒന്ന് കാലുറപ്പിച്ചിട്ടൊക്കെ ആവാം വലിയ ഡയലോഗുകൾ. അതുവരെ ഈ അപ്പൻ്റെ നിഴലിൽ തന്നെ നിന്നാൽ മതി. അതായിരിക്കും നല്ലത്.